ജയിലിൽ നിന്ന് ഇറങ്ങി വീണ്ടും മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. മലപ്പുറം വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി അക്ബറാണ് പിടിയിലായത്. മെയ് അവസാനമാണ് അക്ബർ ജയിൽ മോചിതനായത്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി ചേരുന്നു. ജംഷീർ, ഇദ്ദേഹം വീണ്ടും എവിടെയാണ് മോഷണം നടത്തിയത്? പിന്നീട് എങ്ങനെയാണ് പിടിച്ചത്? നിലമ്പൂർ രാമംകുത്തുള്ള ഒരു വീട്ടിലാണ് ഇയാൾ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 5 രാത്രി മോഷണം നടത്തിയിരിക്കുന്നത്. രാമംകുത്ത് അക്കരപ്പീടിക റുക്കയുടെ വീട്ടിലാണ് മോഷണം നടത്തിയത്. റുക്കയുടെ മകൻ നാസറും കുടുംബവും റുക്കയുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അന്നേ ദിവസം റുക്കയുടെ മകൻ മൈസൂരിൽ പോയതിനാൽ റുക്കയും ഈ കുടുംബവും ഇവിടെ ഉണ്ടായിരുന്നവരും സമീപത്തുള്ള മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. അന്ന് ആണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് വീടിൻ്റെ വാതിൽ കുത്തി തുറന്ന അകത്ത് കയറി അലമാരയിൽ ഉണ്ടായിരുന്ന 2 പവൻ്റെ വളയും 10,000 രൂപയും മോഷണം പോയതായും ഈ അലമാരയെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന രീതിയിലും കണ്ടെത്തിയത്. സമീപത്തെ വീട്ടിൽ നിന്ന് ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് ആണ് ഈ വാതിൽ തുറന്ന് അകത്ത് കയറി ഇയാൾ മോഷ്ടിച്ചിരിക്കുന്നത്. ഇയാൾ ഇത്തരത്തിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഏപ്രിൽ 1 സമാനമായ രീതിയിൽ തന്നെ കാളിക്കാവിലുള്ള ഒരു പ്രദേശത്ത് കാളിക്കാവ് അമ്പലക്കുന്നിലുള്ള ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം റിമാൻഡിലായി ജയിലിലായിരുന്നു. ഏതാണ്ട് 1.5 മാസം മുൻപ് ജയിലിൽ ഈ മാസം അവസാനം, അതായത് മെയ് മാസം അവസാന വാരമാണ് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം വീണ്ടും ആണ് ഇപ്പോൾ സമാനമായ രീതിയിൽ മോഷണം നടത്തിയിരിക്കുന്നത്. ഇയാൾ ഇത്തരത്തിൽ മോഷണം നടത്തിയ പണം ഉപയോഗിച്ച് ഗോവയിലും മറ്റുമൊക്കെ ആഡംബര ജീവിതം നയിച്ചു വരുന്ന ഒരാളാണ്. ഈ പണം തീരുമ്പോൾ വീണ്ടും ഇവിടെ എത്തി ഇങ്ങനെ മോഷണം നടത്തി പോകും. പലപ്പോഴും പിടിക്കപ്പെടാറുണ്ട്. പിടിച്ചാലും 1-2 മാസം ജയിലിൽ കിടക്കും, വീണ്ടും ഇറങ്ങും, ഇത്തരത്തിൽ മോഷണം നടത്തും. ഇതാണ് ഇയാളുടെ രീതി എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇയാളെ പോലീസ് മേലാറ്റൂർ ഭാഗത്തു നിന്നാണ് ജയിലിൽ നിന്ന് പരിചയപ്പെട്ട മറ്റൊരാളോടൊപ്പം ഒളിവിൽ താമസിക്കുകയായിരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേലാറ്റൂർ ഭാഗത്തു നിന്നാണ് പിടികൂടിയത്. ഇയാളെ പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് ഓടിച്ചിട്ട് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് ഇയാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഇയാൾ ജയിലിലാകും, വീണ്ടും മോഷണം നടത്തുമെന്നുള്ളതാണ് ഇയാളുടെ രീതി എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. സൈഫ്.